ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ BBC മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ ഡേവിഡ് ക്യാമ്പനാലിന് അനുകൂലമായി കോടതി വിധി. ബ്രിട്ടനിലെ ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടി ഡേവിഡിന് 2.5 ലക്ഷം പൗണ്ട്, ഏകദേശം 2,70,00,000 നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടു. ലണ്ടനിലെ സട്ടൺ ആൻഡ് ചീം മണ്ഡലത്തിൽ ലിബറൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായി ഡേവിഡ് ക്യാമ്പനാലെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സജീവ ക്രിസ്ത്യാനിയാണെന്നും അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാടുകൾ പാർട്ടിയുടെ ലിബറൽ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആരോപിച്ച് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം രംഗത്തെത്തി. ഡേവിഡിന്റെ വിശ്വാസങ്ങളെക്കുറിച്ച് പാർട്ടി മീറ്റിംഗുകളിൽ മോശമായ പരാമർശങ്ങൾ നടന്നുവെന്നും അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും കോടതി കണ്ടെത്തി. ക്രിസ്ത്യൻ വിശ്വാസിയായ ഒരാൾക്ക് പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയില്ലെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ പാർട്ടി നേതൃത്വം ശ്രമിച്ചു. നിയമപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മതവിശ്വാസത്തിന്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വിവേചനമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. കോടതിയുടെ നിരീക്ഷണം സെൻട്രൽ ലണ്ടൻ എംപ്ലോയ്മെന്റ് ട്രിബ്യൂണലിൽ നടന്ന കേസിൽ ഡേവിഡ് ക്യാമ്പനാലെയെ നേരിട്ടുള്ള വിവേചനത്തിന് ഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇരയായെന്ന് കോടതി സ്ഥിരീകരിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നയങ്ങൾ തീരുമാനിക്കാമെങ്കിലും ഒരു വ്യക്തിയുടെ മതവിശ്വാസത്തിന്റെ പേരിൽ അവരെ വേട്ടയാടാൻ അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഡേവിഡ് ക്യാമ്പനാലിന്റെ പ്രതികരണം: ഇതെനിക്ക് ലഭിച്ച വ്യക്തിപരമായ വിജയമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും വേണ്ടിയുള്ള വിജയമാണിത്. രാഷ്ട്രീയ പാർട്ടികൾ വൈവിധ്യങ്ങളെ അംഗീകരിക്കണം. എന്റെ വിശ്വാസം എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമാകുമെന്ന് പാർട്ടി കരുതിയത് തെറ്റാണെന്ന് ഈ വിധി തെളിയിക്കുന്നു. പാർട്ടിയുടെ ക്ഷമാപണം: തുടക്കത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടി കോടതി വിധിക്ക് പിന്നാലെ ഡേവിഡിനോട് പരസ്യമായി ക്ഷമ ചോദിച്ചു. പാർട്ടിക്കുള്ളിലെ നടപടിക്രമങ്ങളിൽ പിഴവ് സംഭവിച്ചുവെന്നും ഭാവിയിൽ ഇത്തരം വിവേചനങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും പാർട്ടി വക്താവ് അറിയിച്ചു. ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി തന്റെ പാർട്ടിക്കെതിരെ മതപരമായ വിവേചനത്തിന് കേസുകൊടുത്ത് വിജയിക്കുന്ന അപൂർവമായ സംഭവമാണിത്. ഇത് ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും ആഭ്യന്തര നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമാകും.